നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൗസിംഗ് ലോൺ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻകം ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ KYC ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് വീടും സ്ഥലവും കൂടെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഐഡിയ ആണ്. നമ്മൾ മിനിമം ഇത്രയും ഡോക്യുമെൻറ്റ്സ് എങ്കിലും നമ്മൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ബാങ്ക് അത് ലീഗൽ ഒപ്പീനിയന് വേണ്ടി കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്പീഡാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ മിനിമം ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇത്തിരി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം അഡ്വക്കേറ്റ് പരിശോധിച്ചതിന് ശേഷം നമ്മളോട് എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്നാലും അതിനകത്തൊരു നമുക്കൊരു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 80 to 90% ഡോക്യുമെൻറ്റ്സും ആദ്യമേ തന്നെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊരു ലോൺ പ്രീ സാങ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങൾ ഇൻകം ഡോക്യുമെൻറ്റ്സും KYC ഡോക്യുമെൻറ്റ്സും ബാങ്കിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ എലിജിബിലിറ്റി വെച്ചിട്ട് ബാങ്കിന് നിങ്ങൾക്കൊരു എമൗണ്ട് എത്ര എലിജിബിലിറ്റി ഉണ്ടോ അത്ര എമൗണ്ട് ആദ്യമേ തന്നെ പാസ്സാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അതിന് ശേഷം പ്രോപ്പർട്ടി ഫൈനൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു ഇൻകം ഡോക്യുമെൻറ്റ്സും പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സും ഒന്നിച്ച് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ആ ലാൻഡ് ഓണറുമായിട്ട് സെയിൽ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മിനിമം ഒരു അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. ഇനി ആ സമയത്ത് നമുക്ക് ലോൺ പാസ്സായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൈസ തിരിച്ച് വാങ്ങിക്കുക എന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്കിനെ കൊണ്ട് ലോൺ സാങ്ഷൻ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന 1-2 പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫൈനലാക്കി നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനലാക്കി അതിനുശേഷം എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു വീടും സ്ഥലവും കൂടെ വാങ്ങുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യേണ്ട പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ഡോക്യുമെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡോക്യുമെൻറ്റ് സെയിൽ എഗ്രിമെൻ്റ് ആണ്, വസ്തു വിൽപ്പന കരാർ. ഇതാണ് ആദ്യത്തെ. ഒരു വസ്തു വിൽപ്പന നടക്കുമ്പോൾ എടുക്കേണ്ട ആദ്യത്തെ ഡോക്യുമെൻ്റ് ആണ് സെയിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിൻ്റെ കസ്റ്റമറായിട്ടുള്ള ബയ്യറും സെല്ലറും തമ്മിൽ ഏർപ്പെടുന്ന ഒരു കരാർ. ഇതുണ്ടെങ്കിലാണ് ബാങ്കിന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലീഗൽ ഒപ്പീനിയൻ എടുക്കാനും, അതായത് ബാങ്കിൻ്റെ പാനൽ അഡ്വക്കേറ്റിനെ കൊണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കാനും, അതേപോലെ ബാങ്കിൻ്റെ വാല്യൂവറെ വിട്ട് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂവേഷൻ എടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രൈമറി ഡോക്യുമെൻറ്റ് സെയിൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഒരു സെയിൽ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആകും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും. അടുത്ത ഡോക്യുമെൻ്റാണ് ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം. ഈ ആധാരപ്രകാരമായിരിക്കും നമ്മളുടെ സെല്ലറിന് ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം നമ്മൾ കളക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പീസ് ആദ്യം നമ്മൾ ഇതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കളക്ട് ചെയ്ത് ബാങ്കിന് കൊടുത്തിട്ട് അതുവഴി ലീഗൽ ഒപ്പീനിയനും അതുപോലെ ടെക്നിക്കൽ വാല്യൂവേഷനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വക്കീൽ നോക്കിക്കോളും. എങ്കിലും നമ്മൾ ആദ്യം ടൈറ്റിൽ ഡീഡ് കളക്ട് ചെയ്യണം. പിന്നെ അടുത്ത ഡോക്യുമെൻ്റാണ് പ്രയർ ഡീഡ് അഥവാ മുന്നാധാരം. മുന്നാധാരം എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ സാധാരണ സെല്ലേഴ്സ്, ഇത് പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഏകദേശം എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും അങ്ങനെ അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അത്യാവശ്യം തൊട്ടടുത്ത മുന്നാധാരമെങ്കിലും കളക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം അഡ്വക്കേറ്റിന് കൊടുക്കാനായിട്ട്. എന്നാലും അവർക്ക് അതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് കോറി ഇട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് വായിക്കുമ്പോൾ രണ്ടാമത്തെ പേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഡീഡ് വന്നേക്കുന്ന ഏത് വഴിയാണെന്നുള്ള ഏത് ആധാരപ്രകാരമാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കും മുന്നാധാരം. അപ്പോൾ ആധാരവും മുന്നാധാരവും കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഡോക്യുമെൻ്റാണ് ലൊക്കേഷൻ സ്കെച്ച്. ലൊക്കേഷൻ സ്കെച്ച് നമ്മുടെ വില്ലേജ് ഓഫീസിന് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. അതുപ്രകാരമായിരിക്കും നമ്മുടെ വസ്തുവിൻ്റെ ലൊക്കേഷൻ, അതായത് അതിൻ്റെ 4 അതിരുകൾ, പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു അതിൻ്റെ റോഡാണോ, അതിൻ്റെ വഴി എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ ആധാരത്തിലുണ്ടെങ്കിലും ആധാരം കാലക്രമേണ പഴയ ആധാരമാണെങ്കിൽ അതിൽ ചിലപ്പോൾ വഴി എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒത്തു നോക്കേണ്ടത് ഈ ലൊക്കേഷൻ സ്കെച്ചുമായിട്ടാണ്. അപ്പോഴാണ് അതിനകത്ത് ആ പ്രോപ്പർട്ടിക്ക് റൈറ്റ് ഓഫ് ആക്സസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടി ലൊക്കേഷൻ അത് സാക്ഷ്യപ്പെടുത്തി തരുന്നത് വില്ലേജ് ഓഫീസറാണ്. അടുത്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇതും ഈ വസ്തുവിൻ്റെ കൈവശം നമ്മളുടെ ഈ പറഞ്ഞ സെല്ലർക്കാണോ എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തി തരുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇതും ഇഷ്യൂ ചെയ്യുന്നത് വില്ലേജ് ഓഫീസറാണ്. അടുത്തൊരു ഡോക്യുമെൻ്റാണ് EC അഥവാ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. മലയാളത്തിൽ അതിനെ ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നും കുടിക്കേട് സർട്ടിഫിക്കറ്റ് എന്നും പറയും. അത് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് നോക്കിയെന്നാലാണ് ഇതിൻ്റെ ഒരു നാൾ വഴി പുറകോട്ട് ഈ ആധാരം കൈമറിഞ്ഞ് വന്ന ഡീറ്റെയിൽസ് നമുക്കിതിൻ്റെ പരിശോധിച്ച് അറിയാൻ പറ്റും. ഒരാൾക്ക് വിറ്റു, അടുത്ത ആൾക്ക് വിറ്റു. അപ്പോൾ ആ കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മുന്നാധാരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഈ പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് മോർഗേജ് ചെയ്തിട്ടുണ്ടോ, വേറെ ആർക്കെങ്കിലും ഇത് രജിസ്റ്റേർഡ് ആയിട്ട് മോർഗേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇൻകം സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ബാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊതുവെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ലോൺ എടുക്കുമ്പോൾ ഗഹാൻ എന്ന് പറയും. അപ്പോൾ ഗഹാൻ ചെയ്തതിന് ശേഷമായിരിക്കും ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ പൊതുവെ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആധാരപ്രകാരം അവരുടെ പേരിലേക്ക് അത് രജിസ്റ്റേർഡ് മോർഗേജ് ആക്കി അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സാധാരണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ എടുത്താൽ ഇത് നമ്മൾ പേയ്മെൻറ്റ് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അതിന് ഒഴിവുകുറി കൂടെ നമ്മൾ എടുക്കണം, അതായത് റിലീസ് ഡീഡ്.
അപ്പോൾ ചിലപ്പോൾ ഗഹാൻ മാത്രമേ കാണുള്ളൂ. ആ പ്രോപ്പർട്ടി വെച്ച് തന്നെ വീണ്ടും ലോൺ എടുത്തിട്ടുണ്ടാവാം, തിരിച്ചടച്ചിട്ടുണ്ടാവും, വീണ്ടും എടുക്കും. പക്ഷേ അതിന് റിലീസ് ഡീഡ് ചെയ്യാറില്ല. പൊതുവെ കാണുന്ന രീതിയാണ്. അതിന് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിലീസ് ഡീഡും കൂടെ എടുത്ത് വെക്കണം. എന്നാലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ക്ലിയർ ആവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ അഡ്വക്കേറ്റ് അത് കൊറി അടിക്കും, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് തരാൻ പറയും. അപ്പോൾ നമ്മൾ അവരെ സമീപിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. 1-2 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങളോ കോടതിയിൽ അറ്റാച്ച്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി നോക്കി അറിയാൻ പറ്റും. അപ്പോൾ സാധാരണ ഒരു 12 എന്നുള്ളത് +1 ഒരു 13 വർഷമാണ് സാധാരണ ബാങ്കുകൾ ചോദിക്കാറുള്ളത്. ചില ബാങ്കുകൾ 30 വർഷം ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈറ്റിൽ ഡീഡ് എന്തായാലും നമ്മളുടെ ആധാർ ഇതിൽ ബാധ്യത സർട്ടിഫിക്കറ്റിൽ കവർ ചെയ്ത് വരണം. പിന്നെ പുറകോട്ട് നിങ്ങളപ്പോൾ ആദ്യം ബാങ്കിനോട് ചോദിക്കുക എത്ര വർഷത്തെ ഈസിയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഈസി ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. കാര്യം അത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്താണ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അഥവാ വസ്തു നികുതി രസീത് അല്ലേ. നമുക്കറിയാം വില്ലേജ് ഓഫീസിൽ നമ്മളെപ്പോഴും എല്ലാ വർഷവും അടയ്ക്കുന്നതാണ് കരം തീർത്ത രസീത് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റും. അത് വില്ലേജ് ഓഫീസാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപ്രകാരമാണ് നമ്മളുടെ പേരിൽ കൂട്ടി കരം തീർത്ത പ്രോപ്പർട്ടി ആണോ, ഇയാളുടെ പേരിലാണോ, ഈ വില്ലേജ് റെക്കോർഡ്സിൽ നമ്മുടെ പേര് അതിനകത്തുണ്ടാവും റെസീറ്റിൽ. പിന്നെ ഭൂമിയുടെ തരം, അത് നിലമാണോ പുരയിടമാണോ എന്നൊക്കെ അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഓൺലൈൻ അടയ്ക്കാൻ പറ്റും. വില്ലേജ് ഓഫീസിൽ നിന്നാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതും ലേറ്റസ്റ്റ് തന്നെ. അത് ഫിനാൻഷ്യൽ ഇയർ ആണ് കണക്കാക്കുന്നത്. അതായത് എല്ലാ വർഷവും മാർച്ച് 31 കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 1-ാം തീയതി പുതിയ അടയ്ക്കണം. അപ്പോൾ അത് സാധാരണ ചിലർ ജനുവരിയിൽ അടച്ചതാണല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് അതുകൊണ്ട് ബാങ്കുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെപ്പോഴും ഫിനാൻഷ്യൽ ഇയർ ആണ് അത് നോക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി പുതിയതായിട്ട് അടയ്ക്കണം. അടുത്ത ഡോക്യുമെൻറ്റ് ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റാണ്. ബിൽഡിംഗ് ടാക്സ് നമുക്കറിയാം പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ ആ ലിമിറ്റിൽ വരുന്നത് അവിടെയാണ് നമ്മൾ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കേണ്ടത്. അതും ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇയർ ആണ് അതും കണക്കാക്കുന്നത്. നമുക്ക് ഓൺലൈൻ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ബിൽഡിംഗ് ടാക്സിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ആരാണ് എന്നുള്ളത് അതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള വീടാണെങ്കിൽ അതിന് ഒരു ബിൽഡിംഗ് പെർമിറ്റും അപ്രൂവ്ഡ് പ്ലാനും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് കഴിവതും അത് തന്നെ കളക്ട് ചെയ്യാൻ നോക്കുക. ബാങ്കുകൾ അത് ചോദിക്കും. ഇത്തിരി പഴക്കമുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്ലാൻ വരപ്പിച്ചെടുക്കേണ്ടി വരും. അത് ബാങ്കുകളോട് ചോദിച്ചിട്ട് അത് മതിയോ എന്നുള്ള കൺഫേം ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. കഴിവതും നമുക്ക് അപ്രൂവ്ഡ് പ്ലാനും ബിൽഡിംഗ് പെർമിറ്റും ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. നെക്സ്റ്റാണ് ROR അഥവാ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്ന് പറയും. ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉടമസ്ഥാവകാശം, ആ വസ്തുവിൻ്റെ നമ്മുടെ ഉടമസ്ഥാവകാശം പ്രൂവ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. വില്ലേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ഇതും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ROR എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്കത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഡയറക്റ്റോ നമുക്ക് ROR സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും ഈ പറഞ്ഞ പ്രോപ്പർട്ടി ആധാരത്തിൽ പറഞ്ഞ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത്രയും നിങ്ങൾ ആദ്യമേ കടന്നു പോകുന്നില്ല. അത് ഇത്ര ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് കോപ്പീസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് നോക്കിയിട്ട് പറയും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതും കൂടെ കൊടുത്താൽ നമുക്ക് ലീഗൽ ഫൈനലാവാനും പെട്ടെന്ന് തന്നെ ലോൺ റിലീസ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ നടത്താനും പറ്റും. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.